ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിയ യു.ഡി.എഫ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ നേരിട്ട കല്ലുകടി വന്നപ്പോൾ ജനം പറഞ്ഞതാണ്, പുത്തരിയിൽ കല്ല് കടിച്ചാൽ പിന്നീട് ഒരു രസവും ഉണ്ടാകില്ലെന്ന്. അറം പറ്റിയ വാക്ക് പോലെ ആ വാക്കിപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടതെല്ലാം പിഴക്കുന്ന കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം കോൺഗ്രസിലെ പഴയ കാലത്ത് നമ്മൾ കേട്ടുകേൾവി ഉണ്ടായിരുന്ന ആ തമ്മിൽ തല്ല് അത്യന്തം പൂർവാധികം ശക്തിയോടുകൂടി തലപൊക്കി വരികയുമാണ്. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറി 2 മാസം പൂർത്തിയാക്കും മുൻപേ ഭരണത്തിലും കോൺഗ്രസിലും ഉണ്ടാകുന്ന വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്നും വരികയാണ്. ജനപ്രിയ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന പ്രതീതി തുടക്കത്തിൽ സൃഷ്ടിച്ച സർക്കാർ PM ശ്രീ വഖഫ് വിഷയങ്ങളിൽ വിവാദത്തിൽപ്പെടുകയും സുപ്രധാന പദവികളിലെ നിയമനങ്ങളെയെല്ലാം ചൊല്ലി കോൺഗ്രസിൽ ഉയരുന്ന അതൃപ്തിയുമൊക്കെയാണ് ഭരണത്തിൻ്റെ നിറം കെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ ഉയരുന്ന അസ്വാരസ്യങ്ങൾ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുകയാണ്. ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അതൃപ്തി അറിയിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടും കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുകയാണ്. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതും അന്തരീക്ഷം കലുഷിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സർക്കാർ നിയമിച്ച L ശേഷാദ്രിനാഥൻ സംഘപരിവാർ അനുകൂലിയാണെന്ന ആരോപണവുമായി KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളുടെ തുടക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന നിശ്ചയിച്ചതിലും എതിർപ്പുണ്ടായി. ഇതെല്ലാം കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഗവൺമെന്റ് പ്ലീഡർ നിയമനം വിവാദമായത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിലും കോൺഗ്രസിൽ അമർഷമുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളെ ചൊല്ലിയും അതൃപ്തി പുകയുകയാണ്. പ്ലീഡർമാരിൽ 2 പേരുടെ നിയമനത്തിനെതിരെയാണ് KSU രംഗത്ത് വന്നത്. ഒരാൾ മുൻ SFI പ്രവർത്തകനും രണ്ടാമത്തെയാൾ മുൻ ABVP പ്രവർത്തകനുമാണ് എന്നാണ് KSUവിൻ്റെ ആരോപണം. എന്നാൽ പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്താണ് കാര്യമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഈ ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചു എന്ന് മാത്രമല്ല, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയും ഒരു ചടങ്ങിലെത്തിയപ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അലോഷ്യസ് സേവ്യറിനോട് കാണിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മൈൻഡ് പോലും ചെയ്യാതെ മുഖ്യമന്ത്രി പോവുകയും ചെയ്യുകയാണ്. ഇത് തങ്ങൾ കൂടി ചോരയും വിയർപ്പും ഒഴുക്കി ഉണ്ടാക്കിയ സർക്കാരാണ് ഈ സർക്കാർ എന്നും ഇതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നും മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മറുപടി കിട്ടും എന്നുമൊക്കെ പറയേണ്ടി വരുന്നത്, വാർത്താമാധ്യമങ്ങളുടെ മുൻപിൽ ആ തരത്തിൽ പറയേണ്ടി വരുന്നത് സ്വന്തം സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണ്, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്നത് ഓർക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യം അവിടെയുണ്ട്. ഇത്തരത്തിലുള്ളൊരു പ്രശ്നം, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപാർട്ടിയിൽ KSU ഉന്നയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെ, എന്നാൽ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഒന്ന് തോളിൽ തട്ടി ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്, അതിന് തയ്യാറാവുകയായിരുന്നു അദ്ദേഹം വേണ്ടിയിരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. അതിലേക്കാണ് കോൺഗ്രസിൻ്റെ വക്താവൊക്കെ ആയിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന VR അനൂപിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും വിമർശനങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. അത്തരത്തിൽ പാർട്ടിയിലെ പ്രവർത്തകർ ചോദ്യവും മറുചോദ്യവും മറുപ്രശ്നവും അതോടൊപ്പം തന്നെ പ്രതിരോധവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP RSS നേതാക്കളെ അടക്കം കാണാൻ സമയം കണ്ടെത്തുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കളെ കാണാൻ സമയം ലഭിക്കാത്തത് എന്ന ചോദ്യവുമായി KPCCയുടെ മീഡിയ പാനലിസ്റ്റായ VR അനൂപ് രംഗത്ത് വന്നത് രംഗം കൂടുതൽ വഷളാക്കി. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കരുത്, രാജശീലങ്ങൾ ആണല്ലോ എന്ന വിമർശനവുമായിട്ടാണ് വാർത്താ ചാനലുകളിലെ മറ്റൊരു കോൺഗ്രസിൻ്റെ മുഖമായ ലിൻഡോ ജോൺ രംഗത്തെത്തി വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയെ വിമർശിച്ച VR അനൂപിനെതിരെ KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീർ കൂടി രംഗത്തെത്തിയതോടെ പോര് രൂക്ഷമായി. ഷഫീറിൻ്റെ രാഷ്ട്രീയ ഭൂതകാലവും CPM ബന്ധവും ചൂണ്ടിക്കാട്ടി കടുത്ത ഭാഷയിൽ മറുപടിയുമായി VR അനൂപ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും കുറിപ്പിട്ടതോടെ ഭിന്നത പരിധി വിട്ടു. VD സതീശനെതിരായ നീക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന KC വേണുഗോപാലിൻ്റെ പരോക്ഷ പിന്തുണയുണ്ടെന്ന സംശയം കോൺഗ്രസിൽ ബലപ്പെടുകയും ചെയ്യുകയാണ്. KC വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് നിലവിൽ സതീശനെതിരെ രംഗത്ത് വന്നവരെല്ലാം. സർക്കാരും പാർട്ടിയും തമ്മിൽ ഏകോപനമില്ലെന്നതിൻ്റെ തെളിവാണ് നിലവിലെ പ്രശ്നങ്ങൾ. പ്രധാന നിയമനങ്ങളിൽ ശുപാർശ നൽകാൻ പോലും KPCC നേതൃത്വം തയ്യാറാകുന്നില്ല.
സാധാരണ പാർട്ടിയിലെ ഭിന്നതയുടെ പേരിൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ KPCC വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ നിലവിലെ സംഭവങ്ങൾ KPCC കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതോടെ KPCC നാഥനില്ലാത്തൊരു കളരി പോലെയാണ് ആയി എന്നും ആണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതേസമയം ഭരണത്തെ മോശമാക്കാൻ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കളികൾ അത്ര നല്ലതല്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു സഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പരിഹസിച്ചും അദ്ദേഹത്തെ വിമർശിച്ചുമാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പൊലീത്ത യോഹന്നാൻ മാർ മിനിത്തിയോസ് രംഗത്ത് വന്നത്. KC പിള്ളേരെ കൊണ്ട് ചുടുചോറ് വാരിച്ച് കേരളത്തിലെ പാർട്ടിയും വടക്കേ ഇന്ത്യൻ പരുവത്തിലാക്കും എന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് സംഭവിച്ച തകർച്ചയ്ക്ക് സമാനമായി കേരളത്തിലും KC വേണുഗോപാൽ വിഭാഗം ഗ്രൂപ്പ് കളിച്ച് ഭരണകക്ഷിയായ പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന ഒളിയമ്പാണ് ഈ വാക്കുകളിലുള്ളത്. പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ സൈബറിടങ്ങളിൽ കോൺഗ്രസ് അണികൾ ചേരി തിരിഞ്ഞ് വൻ വാക്കുപോരും ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന് സമാധാനമായി ഭരിക്കാൻ KC വേണുഗോപാൽ അനുവദിക്കില്ലെന്നും യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് പാർട്ടി തകർക്കാനാണ് നീക്കമെന്നും ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ മെത്രാപ്പൊലീത്തയുടെ രാഷ്ട്രീയ ഇടപെടലിനെ ചോദ്യം ചെയ്തും മുഖ്യമന്ത്രി സതീശനെതിരെ വിമർശനം ഉന്നയിച്ചും മറുവിഭാഗവും രംഗത്തുണ്ട്. അതേസമയം തന്നെ മുതിർന്ന നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തല കൂടുതൽ ജനകീയമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ കേവലം ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ മാത്രമേ ഒതുങ്ങൂ എന്നുള്ള വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നപ്പോഴാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ DGPമാരെ വരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുകൊണ്ട് ആ ഒഴുക്ക് തടയാൻ എന്തൊക്കെ സഹായങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് നടത്താൻ സാധിക്കും എന്ന ചർച്ചകൾ അദ്ദേഹം നടത്തിയത്. ഇതുകൂടാതെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെയും ഒക്കെ അദ്ദേഹം നേരിട്ട് പോയി സന്ദർശിക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാവേണ്ട ജാഗ്രതയെക്കുറിച്ചും ഒത്തൊരുമിച്ചുള്ള ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ രംഗത്ത് വരേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ അഭിനന്ദനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയമായി ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ആവശ്യകതയിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരുമ്പോൾ ഉണ്ടായിരുന്ന ആ വിമർശനം എന്തായിരുന്നുവോ ആ വിമർശനത്തെ മറികടക്കാനുള്ളൊരു മറു നീക്കവും ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനപ്പുറത്തേക്ക് തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മന്ത്രിസഭയിലെ പലരും വിവാദങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശംസ പിടിച്ചു പറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം രമേശ് ചെന്നിത്തല മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.